നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. LGS-ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. LGS 2024 എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടോ. LGS പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ ക്ലാസ് കാണുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകിക്കുക. അവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. root of 0.111 etc. into root of 0.444 etc. ഇതിന്റെ ആൻസർ എന്താണെന്നാണ് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 0.222 etc., 0.0101 etc., 0.666 etc. ഇവയൊന്നും അല്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ 1നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0.111 etc. ഇങ്ങനെ പോകും. ചുമ്മാ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 1-നകത്ത് 9 അടങ്ങത്തില്ല, അപ്പോൾ പോയിന്റ് കൊടുത്തോണ്ട് 0 കൊടുക്കും. 10 9 ഒരു തവണ, 9 9 1, പിന്നെ ഒരു 0 1, 9 9 1 0 1, ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അതേ പോണക്ക് 2/9 എന്ന് പറഞ്ഞാൽ 0.222 എക്സെട്ര. 3/9 എന്ന് പറഞ്ഞാൽ 0.333 എക്സെട്ര. സംശയമുണ്ട്, ഇതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയോ, അപ്പോൾ ആ സംഭവം മനസ്സിലാവും. 4/9 എന്ന് പറഞ്ഞാൽ 0.444 എക്സെട്ര എന്നിങ്ങനെയാണ്. ഇനി നേരെ മറിച്ച് 5/9 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 0.555 എക്സെട്ര. 6/9 എന്ന് പറഞ്ഞാൽ 0.666 എക്സെട്ര. 7/9 എന്ന് പറഞ്ഞാൽ 0.777 എക്സെട്ര. 8/9 എന്ന് പറഞ്ഞാൽ 0.888 എക്സെട്ര. എന്താണോ മുകളിൽ നിൽക്കുന്ന ആ സംഖ്യ പോയിന്റ് എഴുതി പോയാൽ മതി. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കണം എപ്പോഴും. നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. അതായത് 1/9 ഇന്നതാണെന്നും 2/9 ഇതാണെന്നും 3/9 ഇതാണെന്നും വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാം. റൂട്ട് ഓഫ് 0.1111 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്തു യഥാർത്ഥത്തിൽ? 0.111 എക്സെട്ര അതെന്ന് പറയുന്നത് 1/9 എന്ന് എഴുതാം. ഇൻറ്റു റൂട്ട് ഓഫ് 0.444 എക്സെട്ര ഇട്ടങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 4/9 എന്ന് എഴുതാം. ഇവിടം വരെ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/9 റൂട്ട് എടുക്കാം. ഇനി 1/9 റൂട്ട്, ആദ്യം 1ന്റെ റൂട്ട് എടുക്കാം 1, ബൈ 9ന്റെ റൂട്ട് എടുക്കാം 3, ഇൻറ്റു 4ന്റെ റൂട്ട് എടുക്കാം 2, ബൈ 9ന്റെ റൂട്ട് എടുക്കാം 3. അതായത് ഇങ്ങനെ റൂട്ടിനകത്ത് കിടക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാത്തിൻ്റെ റൂട്ട് എടുത്തേ പറ്റൂ. 1ന്റെ റൂട്ട് എടുത്ത് 1, 9ന്റെ റൂട്ട് എടുത്ത് 3, 4ന്റെ റൂട്ട് എടുത്ത് 2, 9ന്റെ റൂട്ട് എടുത്ത് 3. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരു ഈക്വൽ സൈൻ കൂടി ഇടുന്നത് 1 × 2 2 ബൈ 3 × 3 9 ആണ്. അപ്പൊ 2/9 നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2/9, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ 2/9 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? 2/9 എന്ന് പറഞ്ഞാൽ 0.222 എക്സെട്ര ആണ്. 2നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയോ, നമുക്ക് 0.2222 എക്സെട്ര എന്ന് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ എ. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. 0.333 എക്സെട്ര ഇൻറ്റു 0.666 എക്സെട്ര. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 0.333 എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തു അത്? 0.333 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഈക്വൽ ടു ഇട്ട് ഇങ്ങോട്ട് എഴുതുവാണേ. 0.333 എക്സെട്ര ഇൻറ്റു 0.666 എക്സെട്ര എന്നാണ്. 0.333 എന്ന് പറഞ്ഞാൽ 3/9 ആണ്. ഇൻറ്റു 0.666 എന്ന് പറഞ്ഞാൽ 6/9 ആണ്. ഇനി ഇതും കട്ട് ചെയ്തെടുത്താൽ പോരെ. അപ്പൊ ഈ 3നെയും 9നെയും കൂടെ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. 3നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1, 9നെയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3. 6നെ 9നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2, 9നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3. അങ്ങനെ 1 × 2 2/3 × 3 9. 2/9 ഓപ്ഷനിലില്ല. 2/9 നമുക്ക് എത്രയാണെന്ന് അറിയാം. 0.222 എക്സെട്ര. ഓക്കെ അല്ലേ? 0.2222 എക്സെട്ര. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചുമ്മാ പറയുകയാണ്. ചുമ്മാ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ 0.2525 എക്സെട്ര എന്നതിന്റെ ഭിന്നക രൂപം എന്ത്? ഇത് വളരെ സിമ്പിൾ ആണ്. 0.2525
എക്സെട്ര എന്ന് പറഞ്ഞാൽ ഈ 2 റിപ്പീറ്റ് ചെയ്ത് പോകുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭിന്നകരൂപം എന്ന് പറഞ്ഞാൽ മുകൾ അംശമുണ്ട് ഛേദമുണ്ട്. അപ്പൊ ആദ്യം ഛേദം അങ്ങ് ശരിയാക്കണം. ഛേദം എത്ര സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്തു പോകുന്നതെന്ന് നോക്കണം. ഇപ്പൊ ഇവിടെ 2, 5 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മീൻസ് 25 എന്ന് ഞാൻ അങ്ങ് പറയുവാണേ. 25 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 25-നകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ആണ്. അപ്പൊ എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും 9കൾ നിങ്ങൾ താഴെ എഴുതണം. അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് 25 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ 99 താഴെ എഴുതണം. ഇനി എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് മുകളിലും എഴുതണം. ഇപ്പൊ 25-നെ 99 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്, നമുക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 25/99 ഉണ്ട്, ഓപ്ഷൻ ബി. കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. 0.172 172 172 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഭിന്നക രൂപമാണ് ചോദിക്കുന്നതെങ്കിൽ എത്ര ഡിജിറ്റാ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. 3 ഡിജിറ്റ് 172 3 ഡിജിറ്റ് ഇല്ലേ? അപ്പൊ 3, 9 നമ്മൾ താഴെ എഴുതണം. എന്നിട്ട് എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് മുകളിൽ എഴുതണം. നേരത്തെ അത് തന്നെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. 0.555 എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ 1 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 9. റിപ്പീറ്റ് ചെയ്യുന്ന സാധനം മുകളിൽ. 5/9 സംഭവം മനസ്സിലായോ? 0.23 23 എക്സെട്ര. ഇതിന്റെ ഭിന്നക രൂപം എന്ന് പറഞ്ഞു നോക്ക്. റിപ്പീറ്റ് ചെയ്യുന്ന 23 മുകളിൽ, എത്ര ഡിജിറ്റ് ഉണ്ടോ അത് താഴെ, 99. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ചുമ്മാ ഇരിക്കട്ടെ. ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും കണ്ടത്. ഇനി നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 0.36 into 0.25 by 0.5 into 0.9. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ പ്ലസോ മൈനസോ ഒന്നും തന്നെ ഇല്ല. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡിവിഷൻ ആണ്. വേറൊരു പരിപാടി ഇതിനകത്തില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പോയിന്റിന് ശേഷം മൊത്തം എത്ര സംഖ്യയുണ്ട് എന്ന് നിങ്ങൾ മുകളിലും താഴെ സെപ്പറേറ്റ് ആയിട്ട് എണ്ണണം. അതായത് മുകളിൽ പോയിന്റിന് ശേഷം 1, 2, 3, 4 4 ഉണ്ട്. താഴെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1, 2 2 അപ്പൊ താഴെ കുറവാണ്, മുകളിനെ അപേക്ഷിച്ച് താഴെ കുറവാണ്. എത്ര എണ്ണത്തിന്റെ കുറവുണ്ട് മുകളിലുള്ളതിനെ അപേക്ഷിച്ച്? മുകളിൽ 4 ആണ്, താഴെ 2 ആണ്. അപ്പൊ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് താഴോട്ടെ, എവിടെയാണോ കുറവുള്ള അവിടോട്ട് മുകളിലുള്ളതിന്റെ അത്രയും ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പൂജ്യങ്ങൾ വെച്ചു കൊടുക്കണം. അതായത് ഞാൻ 2 പൂജ്യം ഇപ്പൊ ഇവിടെ വെച്ചു കൊടുത്ത്. എന്തിനാ 2 പൂജ്യം വെച്ചു കൊടുത്തതെന്ന് വെച്ചാൽ, ഇപ്പൊ മുകളിൽ ഇപ്പൊ നിങ്ങൾ എണ്ണി നോക്ക്. 1, 2, 3, 4 4 മേളിലുണ്ട്. താഴോ 1, 2, 3, 4 4 ഉണ്ട്. ഈ പൂജ്യം ഇവിടെയും വെച്ചു കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളിടത്ത് നിങ്ങളൊരു പൂജ്യം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കാര്യം നിങ്ങൾ 0.5 എന്ന് പറയുന്നത് 0.50 എന്ന് പറഞ്ഞാലും 0.500000 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. അവസാനം എൻഡിൽ നിൽക്കുന്ന പൂജ്യങ്ങൾക്കൊന്നും വാല്യൂ ഇല്ല, ഡെസിമലിന് ശേഷമുള്ള കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടം പോണക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ മുകളിലും താഴെ തുല്യമാണെന്ന് കണ്ടാൽ, മുകളിലും താഴെ തുല്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഡെസിമലിനെ ഇനി അവിടെ നിന്ന് കളയാം. അതായത് ഈ ഡെസിമൽ ഇവിടുന്ന് മാറ്റാം. ഈ ഡെസിമൽ മാറ്റിക്കഴിഞ്ഞാൽ 36 ആവും. ഈ ഡെസിമൽ മാറ്റിക്കഴിഞ്ഞാൽ 25 ആവും. ബൈ ഈ ഡെസിമൽ മാറ്റിക്കഴിഞ്ഞാൽ 5 ആവും. ഈ ഡെസിമൽ മാറ്റിക്കഴിഞ്ഞാൽ 900 ആവും. 900. ഓക്കെ, ഈ 900-നെ നിങ്ങൾക്ക് 9 × 100 എന്ന് എഴുതി അത്രയും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് കട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് 900 ആവുമെന്ന് അറിയാലോ. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ 9 × 100 എന്നൊന്ന് എഴുതി കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഓക്കെ, ഞാൻ അങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ. 9 × 100 900 ആണ്. 900 ആണ്. ഈ പോയിന്റ് കഴിയുമ്പോൾ ഇത് 900 ആവും. അപ്പൊ 9 × 100 എന്ന് എഴുതാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 25-നെ 5-നെ നമുക്ക് 5 വെച്ച് കട്ട് ചെയ്തൂടെ? ഇപ്പൊ ഇവിടെ 1 കിട്ടും, ഇവിടെ 5 കിട്ടും. 36-നെ 9-നെ 4 ആയിട്ട് കട്ട് ചെയ്തൂടെ? 9 ആയിട്ട് കട്ട് ചെയ്തൂടെ? അപ്പൊ 4 1. അപ്പൊ ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 100 ഞാൻ തൽക്കാലം അനക്കാതെ വെക്കുന്നത് നമുക്ക് നല്ലത്, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ കട്ട് ചെയ്യും എന്നിരുന്നാൽ പോലും. 4 × 5 മുകളിൽ 20 ഉണ്ട്. ബൈ 1 × 1 × 1 × 100 എന്ന് പറഞ്ഞാൽ 100. 100/20 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 20-നെ 100 കൊണ്ട് ഭാഗിക്കാൻ എളുപ്പമല്ലേ? ആ 20 അങ്ങോട്ട് എഴുതുക. എന്നിട്ട് എത്ര പൂജ്യം ഉണ്ടോ അത്ര സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുക. എന്നുവെച്ചാൽ 0.20 മീൻസ് 0.2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 0.2 ഉണ്ട്. ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. സംഭവം സൂപ്പർ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 0.25 ബൈ 0.05. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 0.25 ബൈ 0.05. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്.
മുകളിലും താഴെയും പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാണ്. ഇവിടെ പോയിന്റിന് ശേഷം 1, 2 രണ്ടെണ്ണം, ഇവിടെ പോയിന്റിന് ശേഷം 2 എണ്ണം. തുല്യമാണെങ്കിൽ പോയിന്റ് നമുക്ക് കളയാം. തുല്യമല്ലെങ്കിൽ കുറവുള്ളിടത്ത് 0 ഇട്ട് കൊടുത്ത് തുല്യമാക്കിയിട്ട് കളയാം. തുല്യമാണെങ്കിൽ പിന്നെ വേറെ ഒരു പരിപാടിക്ക് നിൽക്കേണ്ട, കളയാം. അപ്പൊ ഈ പോയിന്റും കളഞ്ഞാൽ 25 ബൈ ഈ പോയിന്റ് കളഞ്ഞാൽ 005, 25/5 5 എന്ന് ഉത്തരം കിട്ടും. പോയിന്റ് 25 ബൈ പോയിന്റ് 05 ഇതിന്റെ ഉത്തരം 5 എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? 5 അതാണ് ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 0.12 ഇൻറ്റു 0.25 ഇൻറ്റു 0.8 ബൈ 0.05 ഇൻറ്റു 0.006 ഇൻറ്റു 0.004. നമുക്കൊന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 0.12 ഇൻറ്റു 0.25 ഇൻറ്റു 0.8 ബൈ 0.05 0.006 0.004. അപ്പോൾ ആദ്യ പോയിന്റുകൾക്ക് ശേഷമുള്ള സ്ഥാനങ്ങൾ എണ്ണണം. 1, 2, 3, 4, 5. മേളിൽ 5 എണ്ണം ഉണ്ട്. താഴോ 1, 2, 3, 4, 5, 6, 7, 8. താഴെ 8 എണ്ണം ഉണ്ട്. അപ്പം മേളിലാണ് കുറവ്. എവിടാണോ കുറവ് അവിടെ ആയിട്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 3 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ 3 0 മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ഇനി ഒന്ന് എണ്ണി നോക്ക്. 1, 2 പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം എണ്ണണ്ട. 1, 2, 3, 4, 5, 6, 7, 8. താഴോ 1, 2, 3, 4, 5, 6, 7, 8. മേളിലും താഴെ തുല്യമായി കഴിഞ്ഞാൽ ഇനി ഡെസിമൽ കളയാം. ഈ ഡെസിമൽ കളാം 12, ഈ ഡെസിമൽ കളാം 25, ഈ ഡെസിമൽ കളാം 8000. അതിനെ നമുക്ക് 8 ഇൻറ്റു 1000 എന്ന് എഴുതിക്കൂടെ? ബൈ ഈ ഡെസിമൽ കളാം 5, 6, 4. ഇനി കട്ട് ചെയ്യാം. 4 8 ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 2 വരത്തില്ലേ? 6ഉം 12 ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 2 വരത്തില്ലേ? 5ഉം 25 ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 5 വരത്തില്ലേ? ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലോ. 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 2 20, 20 ഇൻറ്റു 1000 20000. ഓക്കെ, 2 10, 10 2 20, 20 ഇൻറ്റു 1000 20000, 20000ന്റെ നോട്ട് 20000. ഓക്കെ, 20000 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ 20000നെ നമുക്ക് ഈ ഓപ്ഷൻ പ്രകാരം മാറ്റാം. 20000നെ നമുക്ക് 2 ഇൻറ്റു 10000 എന്ന് എഴുതാം. ശരിയല്ലേ? 10000നെ നമുക്ക് 10⁻4 എന്ന് എഴുതാം. 10⁻4 ആണ് 10000. 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 10000. അപ്പൊ 2 ഇൻറ്റു 10⁻4 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പം ദശാംശ സംഖ്യകളായിട്ട് ബന്ധപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ദശാംശ സംഖ്യ ഇനിയും കാണാനുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ടെസ്റ്റുകളാണ്. 5 ക്വസ്റ്റ്യൻ വെച്ച് പോവാണ്. എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്ററും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 ക്വസ്റ്റ്യൻ സീരീസ് പോവും. അപ്പം വീണ്ടും അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കും.